നോക്കിത്താടെ ഇടാ ഗോപ, കയ്യിലൊരു സ്മാർട്ട് ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ തന്നെ കാര്യങ്ങൾ ലൈവായിട്ട് അറിഞ്ഞൂടായിരുന്നു. ഇത് തന്നെ സെക്കൻഡ് ഹാൻഡാ. എന്നെ വിളിക്കാൻ ആരാ ഉള്ളത്? ഒരു കാലത്ത് ചെറുപ്പക്കാരെ ഇളക്കി മറിച്ച നാടൻ പാട്ടുകാരനാ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരിടത്തും ഗോപനെത്താൻ കഴിഞ്ഞില്ല. ഓരോരോ യോഗങ്ങളെ. ആ പറഞ്ഞത് നേര്. എന്നാ ഞാൻ രണ്ടോടി പാടാം. പിന്നെ ഈ മനോഹര ഭൂമിയിൽ ഇനിയൊരു ജന്മമില്ലല്ലോ, സുഹൃത്തെ ആശ്വസിക്കുക നാം. ഈ വിലാസലോല ഭൂമിയിൽ ആര് ബന്ധുക്കൾ, സുഹൃത്തെ ചുറ്റും ശത്രുക്കൾ. സർവം മറക്കുവാൻ അല്പം മദ്യം നുകർന്നു ഞാൻ, സൗഖ്യം നുകരുമ്പോൾ അരുതേ ചതഞ്ഞ വേദാന്തം. ഈ മനോഹര ഭൂമിയിൽ ഇനിയൊരു ജന്മമില്ല. അല്ലെങ്കിൽ എനിക്കൊന്നും അടിക്കൂലെന്നേ. ഞാനൊരു ഭാഗ്യം കേട്ടവ. നമ്മളെ പോലുള്ള നിർഭാഗ്യവന്മാർ കേരളത്തിലുള്ളത് കൊണ്ടല്ലേ സർക്കാർ പിടിച്ചു നിൽക്കുന്നത്. അത് നേരം. കള്ളൻ ലോട്ടറി ഇല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരും സ്വാഹ പെരുവഴി. ഞാനൊരു ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റിന് 10 രൂപ കൂടി, സമ്മാനം കൂടിയിട്ടുണ്ട്. പൊളുത്തിയ സർക്കാർ പാവങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂല. കഷ്ടം തന്നെ. എന്നാ 10 രൂപ കൂട്ടിയപ്പോൾ ചായ കൂടി ഗോവിന്ദയായി. കയ്യിൽ വല്ലതും ഉണ്ടാടേ? സർവം മറക്കുവാൻ മദ്യം നുകർന്നു ഞാൻ. ഓഹൈ ഓഹൈ ഓഹൈ. അതിർത്തിയിൽ സംഘർഷം, വെടിവെപ്പ്, ഷെല്ലാക്രമണം. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ദീപാവലിക്ക് പടക്കം പൊട്ടിച്ച സന്തോഷം. എത്രയോ ജവാന്മാരുടെ വീടുകളിൽ അച്ഛനെ ഓർത്ത്, ഭർത്താവിനെ ഓർത്ത്, മകനെ ഓർത്ത് കരയുന്നുണ്ടാകും. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ രാഷ്ട്രീയ മുതലെടുപ്പ്. കഷ്ടം. നമസ്കാരം മാഷേ. ഗോപനോ? നല്ല ഫോമിലാണല്ലോ. ഒരു 90. ഒരു 90 മാഷേ. ഞാൻ പാളിപ്പോയ കലാകാരനാണ് മാഷേ. ഗോപ, കലയാണ് ലഹരി. ലഹരിയിൽ മുങ്ങുന്നവൻ കലാകാരനല്ല, പരാജിതനാണ്. അജയ് മാഷേ, ഞാൻ പരാജയപ്പെട്ട കലാകാരനാണ്. സ്വന്തമായി കുറേ ആൽബങ്ങളും ചെയ്തു, കുറേ പാട്ടുകളും പാടി. ഞാൻ ഇപ്പോൾ ആക്കം വേട്ടത് എംബോക്കിയാ മാഷേ, എംബോക്കി. വീട്ടിലാണ് ഈ ഭാര്യയുടെ കുറ്റപ്പെടുത്തൽ. അല്പം മനസ്സമാനം കിട്ടാനാണ് മാഷിന്റെ അടുത്ത് വരുന്നത്. മാഷൊരു ഭാഗ്യവാന. പെണ്ണുമില്ല, വടക്കോഴിയില്ല, മക്കളുമില്ല, കുട്ടിയുമില്ല. യു ആർ എ ഗ്രേറ്റ് മാൻ. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരപ്പച്ച. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യവുമില്ല. മാഷെ, എനിക്കൊരു 500 രൂപ വേണം. കുടിക്കാനാണെങ്കിൽ ഞാൻ നിനക്ക് 1 രൂപ തരില്ല. ഇത് കണ്ടോ മാഷേ, 1 കോടിയുടെ മുതലാ. ഓ, ഇതൊന്നും അടിച്ചാ പിന്നെ മാഷിന്റെ കട എല്ലാം ഞാൻ. ശരി. മാഷ് ക്ഷമിക്കണം. മാഷിനോടുള്ള സ്വാതന്ത്ര്യം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ വരുന്നത്. ഓ ശരി, ചെല്ല്. ഈ മനോഹര ഭൂമിയിൽ ഇനിയൊരു ജന്മമില്ലല്ലോ, സുഹൃത്തെ ആശ്വസിക്കുക. ഈ മനോഹര ഭൂമിയിൽ ഇനി ജന്മമില്ലല്ലോ, സുഹൃത്തെ ആശ്വസിക്കുന്ന. സുഹൃത്തെ ആശ്വസിക്കുന്ന. സുഹൃത്തെ വഴിന്ന് മാറ. സുഹൃത്തെ തീരത്തരികിൽ ഭൂമി ഉണ്ടല്ലോ. അയ്യോ, എടാ ഗോപ, എന്താ ഗോപ പാമ്പഴയെന്നല്ല എഴുതുന്നത്? വഴി തെറ്റിയാടാ എനക്ക്. കൂടുന്നുണ്ട് കണ്ടടാ. സർക്കാർ ഷാപ്പ് തുറന്ന് വെച്ചേക്കണത് നമ്മളെ പോലെ പാവപ്പെട്ടവർ കുടിക്കാടാ. എടാ, നമ്മൾ കുടിച്ചില്ലേ നമ്മള് സർക്കാർ പട്ടിണിയായി പോടാ. പട്ടിണി അറിയാടാ. ഓടാ പുല്ലേ അവിടെ നിന്ന്. എടാ, വാടക വീട് കാണാനല്ലടാ. എടാ, ഒന്ന് കാണിച്ചേടാ. എടാ, നീ ഇങ്ങനെ
കുന്തം ഒഴുകിയവിടെ നിൽക്കാതെ എന്റെ വാഴ ഇവിടെ ഒന്ന് കാണിച്ചാടാ. വാടാ ഈ മനോഹര ഭൂമിയിലാരും വെള്ളത്തിൽ വിടുന്ന് ചാവാതെ വാടാ കയറി എന്നെ പിടി, ഞാൻ നിന്നെ പിടിക്കും, നമ്മൾ രണ്ടിനും കൂടി പിടിച്ച് എന്നെ പിടിയടാ. നിന്റെ കുളകുളം ഇങ്ങോട്ടെവിടെയാണെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ടൊന്ന് പിടിയില്ലേ. എന്നെ പിടിയടാ. അങ്ങോട്ട് നീ കേറങ്ങോട്ട്, കാലിൽ കുരുവാ. കേറി വാ, അതുകൊണ്ട് അവിടെ അവിടെ തന്നെ മനോഹര പാട് നീ കൂടി. മനോഹര ഭൂമിയിലാരും ഹൈ പ്രഗതിനന്തകത്തിതാരും ഹൈ റിവേഴ്സ് മാറ്റി ഫസ്റ്റ് അങ്ങോട്ട് കേറില്ലടാ. അങ്ങോട്ട് മക്കളെ, എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. വഴി അറിയാതെ പരമ്പത്ത് നിൽക്കുകയായിരുന്നു. ഞാനിങ്ങോട്ടുണ്ട് കൂട്ടിക്കൊണ്ടാക്കിയതേ ഉള്ളൂ. അളിയാ, അപ്പൊ ശരി, ഓക്കെ അളിയാ. ശരിയടാ, നാളെ കാണാം ഡാർലിംഗ്. മക്കളെ, എൻ്റെ മക്കൾക്ക് മാത്രമേ അച്ഛൻ്റെ കൂടെ ഇത്ര സ്നേഹമുള്ളൂ. മക്കൾക്ക് അച്ഛൻ ഒരു പാട്ട് പാടിത്തരാം. താരക പെണ്ണാളെ കതിരാടും മെഴിയാളെ തമ്പുരാനെത്തിയിടും മുമ്പേ കരിങ്കാറിൻ കൊര പറിച്ചാട്ടെ മാഷേ. ഗോപനും മാഷേ, സമയം വൈകുന്നേരം ആയില്ലേ? എൻ്റെ ഈ ടിക്കറ്റ് ഒന്ന് നോക്കി തരാമോ? എൻ്റെ ഈ ചെറിയ സോപ്പൊട്ടിലൊന്നും കിട്ടൂലെന്നേ. മാഷിന്റെ വലിയ സോപ്പൊട്ടിയല്ലേ, അതിൽ കിട്ടും, നോക്കണം. എന്താ ഗോപ ഇത്? ഇങ്ങനെയൊക്കെ നശിക്കണോ? കള്ള്, ലോട്ടറി, കഷ്ടം തന്നെ. എടാ, നിന്റെ ഭാര്യ ലക്ഷ്മി ഒന്നും പറയാറില്ലേ? ഞാൻ പഠിപ്പിച്ച കുട്ടിയാവണം, പാവമാവണം, ആ കുടുംബത്തിന് വഴിയാധാരമാക്കരുത് ഗോപ. അവള് പിണങ്ങി അവളെ വീട്ടിൽ പോയി മാഷേ. ഇടയ്ക്കൊക്കെ അത് പതിവാ. മാഷ അത് നോക്കണം. ഗോപ, സന്തോഷം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും ആത്മനിയന്ത്രണം ആവശ്യമാണ്. അത് നിനക്കുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. മാഷ് കാര്യം പറ മാഷേ. ഗോപ, നിന്റെ നാക്ക് പൊന്നായി. ഈ ടിക്കറ്റിന് 1ാം സമ്മാനമായ 1 കോടി രൂപ നിനക്ക് അടിച്ചിരിക്കുന്നു. മാഷ് തമാശ പറഞ്ഞതാണോ? അല്ല ഗോപ, ഈ ടിക്കറ്റിനാണ് നിനക്ക് 1ാം സമ്മാനം. എനിക്ക് ലോട്ടറി 1ാം സമ്മാനം. സേട്ടാണാ, എന്താടെ ഒരു പാക്കറ്റ് എടുത്തോ? ഞാൻ ഈ ടിക്കറ്റ് എല്ലാം ഇങ്ങ് എടുക്കുക. ഞാൻ ഇന്ന് കോടീശ്വരനാടാ, കോടീശ്വരൻ കേട്ടാ. ഇവന് ഭ്രാന്തായടേ. വട്ടായെന്നാ തോന്നുന്നത്. നീ
സ്കോച്ച് അടിച്ചിട്ടുണ്ടോ? സ്കോച്ച് നീ പരട്ട റമ്മ ഒടിച്ച് വാള വെച്ച് കിടക്കല്ലേ? കൊള്ളാം, നോക്കണേ, കൊള്ളാം. ഏയ്, ഇത് കുറച്ച് കാശാ. ഇവിടെ വരുന്ന ദരിദ്രാവസ്ഥയ്ക്ക് 2000 വെച്ച് കൊടുറായി. ബാക്കി നീ എടുത്തോളേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഡ്രൈവർ, വണ്ടി എടുക്കൂ. ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിലോട്ട് വിടറേ. ഞാൻ ഒരു സ്വപ്നം കണ്ടതാ മാഷെ. അത്രേ ഉള്ളൂ? മാഷ് എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താ? എനിക്കൊരു 10,000 രൂപ കടം തരണം. 10,000 രൂപയോ? അതെ മാഷേ, എനിക്കൊന്ന് അറമ്പാദിക്കണം. എന്റെ മുഖത്ത് നോക്കി പുച്ഛിച്ച നാറികൾക്ക് ഒരു പാർട്ടി കൊടുക്കാനാ. അതിനെന്റെ കയ്യിൽ കേഷില്ല. മാഷ് മറ്റൊന്ന് ചേർത്ത് പറയരുത്. ഈ ടിക്കറ്റ് മാഷിന്റെ ഇരിക്കട്ടെ, ഇത് വച്ചിട്ട് കാശ് തന്നാ മതി. എടാ, പിടങ്ങിപ്പോയതിന്റെ ഭാര്യയും കുട്ടി നീ നാളേക്ക് വാ. അവളുടെ കയ്യിൽ ഈ ടിക്കറ്റ് ഞാൻ കൊടുക്കാം. അവളെയും കൂട്ടിയേ വരാവൂ. മാഷേ, ഇന്നും കൂടിയേ ഞാൻ കുടിക്കൂ. ഇന്നെൻ്റെ അവസാന കുടിയാ. നാളെ മുതൽ ഞാൻ നല്ല മനുഷ്യനാ. ഉറപ്പാണോ? ഉറപ്പ് മാഷേ, ഉറപ്പ്, ഉറപ്പ്. വാ. അളിയാ, അളിയനെ ഓരോ കോടി അടിച്ചേക്കുക. അതിന്റെ സന്തോഷത്തിന് ഓരോ പാട്ട് പാടണം. പാടടേ, പാടലയാ. നിന്റെ മറ്റേ പുളത്തിയ പാട്ടൊന്നും പാടരുത് കേട്ടടാ. അപ്പോഴും നമുക്കപ്പോഴും സന്തോഷത്തിന്റെ പാട്ട് പാടണം. എന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട പാട്ടാണ് അത്. എങ്കിലും ഒന്ന് മാറി പിടിക്കണം. ആ പാടലയാ, പാടെ പാടെ. താരക പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാറിൻകൊര പറിച്ചാട്ടെ തകതകതാത്തിനന്തക ചെയ്താരോ തകതിനന്തക ചെയ്താരോ താത്തിനന്തക തകതിനന്തക തകതിനന്തക ചെയ്താരോ താരക പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാറിൻകൊര പറിച്ചാട്ടെ തകതകതാത്തിനന്തക ചെയ്താരോ തകതിനന്തക ചെയ്താരോ താത്തിനന്തക തകതിനന്തക തകതിനന്തക ചെയ്താരോ താത്തിനന്തക ചെയ്താരോ തകതിനന്തക ചെയ്താരോ താത്തിനന്തക തകതിനന്തക തകതിനന്തക ചെയ്താരോ ചെയ്താരോ തകതിനന്തക താത്തിനന്തക ചെയ്താരോ തകതിനന്തക ചെയ്താരോ താത്തിനന്തക തകതിനന്തക തകതിനന്തക ചെയ്താരോ താത്തിനന്തക ചെയ്താരോ തകതിനന്തക ചെയ്താരോ താത്തിനന്തക തകതിനന്തക എല്ലാരും പൊയ്ക്കോളി. അങ്ങനെ പറയല്ലേ, വീട്ടിൽ കയറലയാ. എന്റെ വീട്ടിൽ പോവാ എനിക്കറിയാം. അത് പറ്റൂല. വീട്ടിൽ വീട്ടിൽ പോവാൻ എനിക്കറിയാം. പോയടേ, എല്ലാം പോയി പോയി. താത്തിനന്തക ചെയ്താരോ തകതിനന്തക ചെയ്താരോ
അച്ഛൻ ഇനി വരില്ലേ അമ്മേ? അച്ഛൻ പാവമായിരുന്നു. അച്ഛൻ എനിക്ക് നല്ല പാട്ടൊക്കെ പാടിത്തരുമായിരുന്നു. അമ്മേ, അമ്മ കരയുകയാണോ? അമ്മേ. ലക്ഷ്മി, എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നിന്റെയും മകൻ്റെയും മുന്നോട്ടുള്ള ജീവിതം, അതാണ് നമ്മുടെ ലക്ഷ്യം. ഒന്ന് നഷ്ടപ്പെടുമ്പോൾ മറ്റൊന്ന് നമ്മെ തേടി വരും. ഇത് ഗോപനെടുത്ത 1ാം സമ്മാനാർഹമായ ലോട്ടറി. ഗോപന് ലക്ഷ്മിക്ക് തരാനുണ്ടായിരുന്നത് ഇത് മാത്രമായിരുന്നു. ലക്ഷ്മി ഇത് വാങ്ങണം. ഗോപന് ലക്ഷ്മിക്ക് തരാനുണ്ടായിരുന്നത് ഇത് മാത്രമായിരുന്നു. ഗോപൻ സ്വപ്നം കണ്ട പോലെ ഒരു വീട് വയ്ക്കണം, മകനെ പഠിപ്പിക്കണം. ഗോപന്റെ ആത്മാവ് കൂടെ ഉണ്ടാകും. ഗോപൻ വെറുമൊരു ശുദ്ധനായിരുന്നു, ജീവിക്കാൻ അറിഞ്ഞൂടാത്ത ശുദ്ധൻ. ലക്ഷ്മി, ജീവിതമെന്ന് പറയുന്നത് ഇത്രയോ, ഒരു ശ്വാസനിശ്വാസങ്ങൾക്കിടയിൽ ചെറിയൊരു ഗ്യാപ്പ്. ആർക്കും എന്ത് സംഭവിക്കാം. ഈശ്വരന്റെ ചരണം ചലിക്കുന്ന ചില പാവകളാണ് നമ്മൾ. എന്താവശ്യത്തിന് ഞാൻ കൂടെ ഉണ്ടാകും. ദൈവം അനുഗ്രഹിക്കും.